കനി, നിങ്ങൾ പോയി കളിച്ചോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ പോയിരുന്നു. പത്രത്തിൽ നിന്നാണോ? പത്രക്കാരൊന്നും അറിയാത്തൊരു കാര്യം നടന്നിട്ടില്ലേ കനിയുടെ ലൈഫിൽ? കഴിഞ്ഞ ന്യൂ ഇയറിനന്ന് ആ രാത്രി പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഈ കഥയിലില്ല. ആ സബാനും മൂന്നാല് അവന്മാരും കൂടെ തന്നെയുടെ കാര്യം പറഞ്ഞ് ഉസ്മാനെ പോയി ചീത്ത വിളിച്ചെന്ന്. ഇതൊക്കെ അവനെ ഒന്ന് വിളിച്ച് പറയാമെന്ന് വിചാരിച്ച അവൻ ഏതാണ്ട് മാണിക്യം തപ്പി നടക്കുകയല്ലേ. തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക. നീ വരട്ടെ. ഏതായാലും തന്നെ പുറത്തോട്ടൊന്നും കളിക്കാൻ പറ്റില്ല. ഇതാരാ? മനസ്സിലായി. കൂട്ടുകാരി അല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ കുഞ്ഞപ്പൻ. അപ്പോൾ 2 ദിവസം ഉണ്ടാവുമല്ലോ? ഉണ്ടാവണം, അതാ ഇവിടുത്തെ നിയമം. കളിക്കുന്ന കൊള്ളാം. പിള്ളേരെ പുറത്തോട്ടൊന്നും പോയേക്കരുത് കേട്ടോ. മിടുക്കി, അങ്ങനെ വേണം കുഞ്ഞുങ്ങളെ. ഈ കഥയുടെ ബാക്കി അന്വേഷിച്ച ഒരാള് ഇത്ര ദൂരം വരുമെന്ന്. കഥയല്ല, കഥ എഴുതിയ ആളന്വേഷിച്ചാ ഞാൻ വന്നേ. ഇന്നും ഗോതമ്പ് കഞ്ഞിയാണ്. ഇന്ന് ഗോതമ്പ് കഞ്ഞി, നാളെ പാൽക്കഞ്ഞി. കർത്താവേ, ഇന്നും ഗോതമ്പ് കഞ്ഞി. കൈസാഹേ ഗോതമ്പ് കഞ്ഞി? ഉണ്ടാക്കിയ മക്കൾക്ക് വേണ്ടാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത്. എന്നാ വായിക്ക് രുചിയുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ എന്നാ കുഴപ്പം? എന്റെ സുധാകര, നാളെ തന്നെ പോത്തിറച്ചുകൊണ്ട് കുളിപ്പിച്ചേക്കാം പോരെ? അല്ല പിന്നെ ഒരു പ്ലേറ്റ് ബീഫ് കണ്ട ഹാർട്ട് അടിച്ചു പോകുന്ന ആളാ. അല്ല, മോൾ കുക്ക് ചെയ്യോ? അയ്യേ, ഇതൊക്കെ എന്നാ പഠിക്കുന്നത്? നല്ല ഫുഡ് ഉണ്ടാക്കി ചെറുക്കന് കൊടുത്താലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്ട്രോങ് ആകത്തുള്ളൂ. അതാ അതിന്റെ ഒരു സൈക്കോളജി. ഞാൻ മാരീഡ് അല്ല. റിയലി? സെയിം പിച്ച്. ഞാനും മാരീഡ് അല്ല. മാരീഡ് അല്ല എന്ന് പറയുമ്പോ ആളെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? എവിടെയാ? പട്ടാളത്തിലാ? ഞങ്ങൾക്കൊക്കെ ഗോതമ്പ് കഞ്ഞി വന്നേറ്റേ നിങ്ങൾ അവിടെ ഇരുന്ന് സൂപ്പ് കുടിക്കുക അല്ലയോ? ഇത് നമ്മുടെ സ്വന്തം കൊച്ചാ. ആയ കാലത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു കൊച്ചുണ്ടാകത്തില്ലായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലല്ലായിരുന്നു. കെട്ടാൻ സമയം കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ എന്തും വെടിവെപ്പല്ലായിരുന്നു. അതെ, ഈ കുഞ്ഞപ്പച്ചേട്ടനെ ഒരു മറിയാമ്മയോട് വലിയ പ്രേമമായിരുന്നു. പേര് മാറ്റി പറഞ്ഞ ഐ വിൽ ഷൂട്ട് യു. മറിയാമ്മ അല്ല, ത്രേസ്യ. ചക്കുപരക്കൽ ത്രേസ്യ. അതെ, നമ്മുടെ വീട് ആറ്ററമ്പത്തായിരുന്നേ. അപ്പൊ അക്കരെയായിരുന്നു ത്രേസ്യയുടെ വീട്. ഇനി പറഞ്ഞോ. ഓ, ഒരു മഴക്കാലത്ത് കുഞ്ഞപ്പഞ്ചേട്ടൻ അങ്ങ് പ്രേമം മൂത്ത്. എടാ ചാക്കോ, ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെയാണോ പറയുന്നത്? കുഞ്ഞേ, അതായത് ഈ മഴയാണല്ലോ പ്രേമമാണല്ലോ മഴ. ഇതങ്ങോട്ട് പെയ്തങ്ങ് കേറി. ഇനി ആരെങ്കിലും ബാക്കി പറഞ്ഞോ? ഇനി എന്താ പറയാനാ? മഴയെല്ലാം കഴിഞ്ഞ് ഇങ്ങേര് 6 നീന്തി കയറി അക്കരെ ചെന്നപ്പം കിടന്നിടത്തൊരു കൂട പോലും കംപ്ലീറ്റ് വെള്ളമായിരുന്നു. കാലം തെറ്റിയ മഴയല്ലേ? നല്ല പെയ്ത്തായിരുന്നു. ഒന്ന് തോർന്നിട്ട് എന്ന് പ്രേമം പറയാമെന്ന് വെച്ച് അക്കരെ ചെന്നപ്പം ത്രേസ്യയുടെ വീട് വെള്ളം കൊണ്ടുപോയി. ഉള്ളത് പെറുക്കിയെടുത്ത് അവർ നാട് വിട്ടു. പോയത് എങ്ങോട്ടാന്ന് ആർക്കോട്ട് അറിയാനും മേലായിരുന്നു. എനിക്കെന്ന് 16-17 വയസ്സല്ലേ ഉള്ളൂ. കുറേ തപ്പി നടന്നു. പിന്നെ പ്രാരാബ്ധമായി, പട്ടാളത്തിൽ പോയി. അങ്ങനെ ഇവിടം വരെ എത്തി. ത്രേസ്യയോട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടി ഇപ്പോഴും കെട്ടാതെ ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കും. ഇനി ഒരു ജന്മം ഉണ്ടേ അപ്പോഴും നിൽക്കും. അതാ പ്രേമത്തിന്റെ ഹിക്കുമത്ത്. ഇതുവരെ കണ്ടില്ലേ? ഓരോ ലീവിന് വരുമ്പോഴും അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കും. എവിടെ കിട്ടാൻ? പിന്നെ തിരിച്ചങ്ങ് പോവും. എടാ, പ്രേമം എന്ന് പറഞ്ഞാലേ മനുഷ്യനെ മയക്കുന്നത് കറുപ്പാണെന്ന സാക്ഷാൽ കാറൽ മാർക്സ് പോലും പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഇവിടെ ആർക്കും പിടികിട്ടത്തില്ല. പക്ഷെ നിങ്ങക്ക് പിടികിട്ടില്ലേ? ഈ കാത്തിരിപ്പിന്റെ ഒരു പെയിനില്ലേ, അതൊരു സുഖ അല്ലേ? ഹലോ ഹലോ. എനിക്ക് കേൾക്കാം, പറ. നീ പറയുന്നൊന്നും കേൾക്കാൻ മേല. രാവിലെ തൊട്ട് ഞാൻ വിളിക്കാം. നിന്റെ അമ്മയും ജോർജിയെ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? ഹലോ.
നീ എവിടെന്ന് അവര് ചോദിച്ചു. ഹലോ ഹലോ. ഇവിടെ ഫോണിന് റേഞ്ച് കുറവാണ്. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടെസ, ആ നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം. ഓക്കെ. ഞാനിപ്പോൾ വരാം. നോക്കട്ടെ. ഒരു കുഴപ്പമില്ല. ബൈക്കിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, പോയേ. താങ്ക്സ്. എത്ര നാളായി ബൈക്ക് ഓടിക്കുന്നു? കോളേജിലൊക്കെ ഇതിലാ പോയിരുന്നു. പപ്പാജിയുടെ വണ്ടിയാണ്. അന്ന് രാത്രി ബൈക്ക് എടുത്തിട്ട് എവിടെയാ പോയത്? കുഞ്ഞപ്പൻ ചേട്ടൻ പറയും, അയാൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്രതീക്ഷിതമായിട്ടാണെന്ന്.